ശബരിമലയിലെ മണ്ഡല മകരവിളക്ക് സീസണോടനുബന്ധിച്ച് തീർത്ഥാടകർക്ക് സുഗമമായ യാത്രാ സൗകര്യം ഒരുക്കുന്നതിനായി KSRTC വിപുലമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. സംസ്ഥാനത്തെ വിവിധ യൂണിറ്റുകളിൽ നിന്നായി ആകെ 502 പ്രത്യേക ബസ്സുകളാണ് പമ്പയിലേക്ക് സർവീസ് നടത്തുക. തീർത്ഥാടനത്തിന്റെ പ്രധാന ഇടത്താവളങ്ങളിലൊന്നായ പത്തനംതിട്ട KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് മാത്രം 23 പ്രത്യേക ബസ്സുകൾ പമ്പയിലേക്ക് ഉണ്ടാകും. ഈ അധിക സർവീസുകൾക്കായി 18 ബസ്സുകൾ മറ്റ് ഡിപ്പോകളിൽ നിന്ന് പത്തനംതിട്ടയിലേക്ക് എത്തിക്കും. നാളെ പമ്പയിൽ KSRTCയുടെ പ്രത്യേക ബസ് സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിക്കും. ഇതോടെ തീർത്ഥാടകർക്ക് ആവശ്യമായ യാത്രാ സൗകര്യങ്ങൾ പമ്പയിൽ നിന്ന് നേരിട്ട് ലഭ്യമാകും. പത്തനംതിട്ട കൂടാതെ അടൂർ ബസ് സ്റ്റേഷനിൽ നിന്ന് 2 പ്രത്യേക ബസ്സുകളും ഇത്തവണ മണ്ഡലകാലത്തിലായി ഉണ്ടാകും. തീർത്ഥാടകരുടെ തിരക്ക് കൂടുന്നതിനനുസരിച്ച് കൂടുതൽ പ്രത്യേക സർവീസുകൾ നടത്താൻ യൂണിറ്റ് അധികാരികൾക്ക് KSRTC പ്രത്യേകം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്തെ 15 പ്രധാന ബസ് സ്റ്റേഷനുകളിൽ നിന്നാണ് 502 ബസ്സുകൾ പമ്പയിലേക്ക് സർവീസ് നടത്തുക. തീർത്ഥാടകരുടെ തിരക്ക് കൂടുതലുള്ള ചെങ്ങന്നൂരിൽ നിന്ന് മാത്രം 80 ബസ്സുകളാണ് പമ്പയിലേക്ക് സർവീസ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. നിലയ്ക്കലിൽ നിന്നും പമ്പയിൽ നിന്നും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് 203 ബസ്സുകൾ സ്ഥിരം സർവീസ് നടത്തുമെന്നും KSRTC വ്യക്തമാക്കി. തീർത്ഥാടന കാലയളവിൽ പമ്പ ഡ്യൂട്ടിക്ക് ജീവനക്കാരെ നിയോഗിക്കുന്നതിൽ KSRTC ഇത്തവണ പ്രത്യേക മാനദണ്ഡങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. മുൻകാലങ്ങളിൽ ഗുരുതരമായ അപകടങ്ങളിൽ ഉൾപ്പെട്ടിട്ടില്ലാത്തവർ, മദ്യപാനം ശീലമില്ലാത്തവർ, സർവീസ് നടത്തിപ്പിൽ കാര്യക്ഷമതയും വൈദഗ്ധ്യവും തെളിയിച്ചവർ എന്നിവരെ മാത്രമാകും പമ്പയിലേക്കുള്ള പ്രത്യേക സർവീസുകൾക്കായി തിരഞ്ഞെടുക്കുക. ജോലിയിൽ താൽപ്പര്യമുള്ള ജീവനക്കാർക്ക് മുൻഗണന നൽകിയാണ് ഇത്തവണ ഡ്യൂട്ടിക്ക് നിയോഗിക്കുക. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.